ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ട്രിവാൻഡ്രം KTM ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിംഗ്സോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. KTM ഈ ബ്രാൻഡ് തന്നെ ഇന്ത്യയിൽ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാരണം അവർ തരുന്ന റോ പവറും ആ അഗ്രസീവ്നെസ്സും എല്ലാം കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ഫേമസ് ആയിട്ട് യങ്സ്റ്റേഴ്സ് ഇത് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അവർ ഡ്യൂക്ക് 200ഉം ഡ്യൂക്ക് 390 ഇറക്കിയപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റാണ് അതുണ്ടാക്കിയത്. അതിനുശേഷം അവർ ഡ്യൂക്ക് 200ൻ്റെയും ഡ്യൂക്ക് 390യുടെയും ഫുള്ളി ഫെയർഡ് വേർഷനായ RC200 RC390 ഇറക്കി. പിന്നീട് ഈ 200ൻ്റെയും 390യുടെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജായിട്ടാണ് അവർ ഡ്യൂക്ക് 250 എന്ന മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇതെല്ലാം ഇറക്കിയപ്പോൾ ആ പ്രൈസ് ഫാക്ടർ ഇങ്ങനെ കൂടി വന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യയിൽ ഡ്യൂക്ക് ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂക്ക് 125 എന്ന ഈ എൻട്രി ലെവൽ സ്പോർട്ട് ബൈക്ക് ഇവർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ആദ്യം ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് കുറേ ഡ്യൂക്ക് 200ഉമായിട്ട് കുറേ സിമിലാരിറ്റീസ് ഇതിന് കാണാം. കുറേ അല്ല, ഇത് ഓൾമോസ്റ്റ് ഡ്യൂക്ക് 200 പോലെ തന്നെ പറയും. ഇതൊരു 125cc വണ്ടിയാണെന്ന് ഒരിക്കലും പറയില്ല. നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് 200ന് കൊടുത്തേക്കുന്ന സെയിം കുറേ മെക്കാനിക്കൽസ് അല്ലെങ്കിൽ ഹാർഡ്വെയർസാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം ആയാലും സ്റ്റീൽ റിലീസ് ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അപ്സൈഡ് ഡൗൺ ഫോക്സും ഈ എല്ലാം മൊത്തത്തിൽ ഈ സ്റ്റൈലിംഗ് ആയാലും ഡ്യൂക്ക് 200ൻ്റെ ആ ഒരു സ്റ്റൈലിംഗാണ് കൊടുത്തേക്കുന്നത്. ഇതിന് ആ ഒരു ഡ്യൂക്കിൻ്റെ ഫാമിലിയുടെ ആ ക്യാരക്ടർ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഹാലോജൻ ഹെഡ് ലാംപ്സാണ് കൊടുത്തേക്കുന്നത്. ഓവറോൾ ഇതൊരു പ്രീമിയം ബൈക്കിൻ്റെ ഒരു ഫീൽ ഇത് തരുന്നുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഇതൊരു 125cc യൂണിറ്റാണ്. 125cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. DHC എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ ഡ്യൂക്ക് ലൈനപ്പിലുള്ള എല്ലാ ബൈക്സും പോലെ തന്നെ അവരുടെ സെഗ്മെൻറ്റിൽ ഏറ്റവും മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്നത് എപ്പോഴും ഡ്യൂക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരിക്കലും ഒരു 125cc ആയിട്ട് കോമ്പീറ്റ് ചെയ്യില്ല. ഇതൊരു 150 160cc ബൈക്സുമായിട്ടാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 14.5 bhp ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറ്റ് 9250 RPM. ടോർക്ക് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 12 Nm അറ്റ് 8000 RPM ആണ് ഇതിൻ്റെ ടോർക്ക് ഫിഗേഴ്സ്. ഇത് പിന്നെ ഒരു 125cc ആണെങ്കിൽ ഇതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. 125cc സെഗ്മെൻറ്റിലെ ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ഇതായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ലെവൽസ് നോക്കുകയാണെങ്കിലും ഡ്യൂക്ക് ലൈനപ്പിൽ തന്നെ ഏറ്റവും അധികം റിഫൈൻമെൻറ്റ് വരുന്നത് ഈ ഒരു 125 തന്നെ ആയിരിക്കും. നമ്മളിതിൻ്റെ ഫ്രെയിമും സസ്പെൻഷനും നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ഫ്രെയിം എന്ന് പറയുന്നത് സ്റ്റീൽ ട്രെല്ലീസ് ഫ്രെയിമാണ് വരുന്നത്. ഡ്യൂക്ക് 200ലും 390ലും കണ്ടുവരുന്ന ഫ്രെയിമാണ്. പക്ഷേ ഡ്യൂക്ക് 200ൻ്റെ സെയിം ഡയമെൻഷനിലുള്ള ട്രെല്ലീസ് ഫ്രെയിമാണ് ഇതിന് കൊടുത്തേക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഫോക്സ് നോക്കുകയാണെങ്കിൽ 43 mm WP അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതൊരു 125cc സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ 150cc സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അപ്സൈഡ് ഡൗൺ ഫോക്സ് കൊടുക്കുന്നത് ഇത് തന്നെയായിരിക്കും. അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഫ്രണ്ടിന് കൊടുത്തേക്കുന്നത്. പക്ഷേ അത് നമ്മൾ കോർണറിങ്ങിൽ ഭയങ്കര ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് ഈ ഒരു സെറ്റപ്പ് വരും. റെയർ നോക്കുകയാണെങ്കിൽ ഞാൻ WPയുടെ മോണോഷോക്കാണ് കൊടുത്തേക്കുന്നത്. ഡ്യൂക്ക് 200ൽ എടുത്ത അതേ സെയിം മോണോഷോക്ക് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനൊരു അലുമിനിയം സ്വിംഗ് ആമുമാണ് കൊടുത്തേക്കുന്നത്. അതും സെയിം ഡ്യൂക്ക് 200ൽ വരുന്ന സെയിം അലുമിനിയം സ്വിംഗ് ആമാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതിൽ മൊത്തത്തിൽ സസ്പെൻഷൻ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ സിറ്റി റൈഡ്സിന് ഭയങ്കര കംഫർട്ടബിളും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യാനും ഫ്ലിക്ക് ചെയ്യാനും ഉള്ള തരത്തിലാണ് ഇതിൻ്റെ ഫ്രെയിമും സസ്പെൻഷൻ സെറ്റപ്പും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലെന്ന് പറയുന്നത് 300 mm ഡിസ്ക്കാണ് വരുന്നത്. അതുപോലെ USD ഫോക്സ് വരുന്നതുകൊണ്ട് റേഡിയലി മൗണ്ടഡ് ബ്രേക്കാണ് വരുന്നത്. റേഡിയലി മൗണ്ടഡ് ബൈബ്രേഡ് കാലിപ്പർ 4 piston കാലിപ്പറാണ് ഇതിന് വരുന്നത്. വളരെ നല്ലൊരു ഇനിഷ്യൽ വെയിറ്റ് തന്നെ ഇത് തരാൻ പറ്റുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഡ്യൂക്ക് 200ലും 390ലും വരുന്ന സെയിം ഒരു ബ്രേക്കിംഗ് സെറ്റപ്പാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്സ് തരുന്നുണ്ട്. ഇതിൻ്റെ റെയർ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ 230 mm ഡിസ്ക്കാണ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു ഇതൊരു സിംഗിൾ ചാനൽ ABS വേരിയൻ്റ് ആണ്. 125cc ആയതുകൊണ്ട് സിംഗിൾ ചാനൽ ABSൻ്റെ ആവശ്യം വരുന്നുള്ളൂ. റെയറിൽ ഒരു സെൻസർ റിങ് വെച്ചിട്ടുണ്ട്. അതൊരു റെയർ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഹാർഡ് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് റെയർ വീൽസ് ഗ്രൗണ്ടിൽ നിന്ന് ലിഫ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത് വരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് പോലെ തന്നെ വളരെ നല്ലൊരു ഇനിഷ്യൽ ബൈറ്റും കാര്യങ്ങളും റെയർ ബ്രേക്ക് തരുന്നുണ്ട്. റെയർ ബ്രേക്ക് എന്ന് പറയുന്നത് 230 mm ഡിസ്ക്കാണ്. സിംഗിൾ പിസ്റ്റൺ കാലിപ്പറുമാണ് അതിൽ വരുന്നത്. രണ്ട് ബ്രേക്സും കൂടെ വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെ ഇതിന് തരുന്നുണ്ട്. നമ്മൾ ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ അതിൽ മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ബൈക്കിൻ്റെ ടയേഴ്സ്. നമ്മൾ റെയർ ടയർ നോക്കുകയാണെങ്കിൽ ഇതിൽ 150/60 R17 മീഡിയം കോമ്പൗണ്ട് ടയറാണ്. MRF റെഫ് 7ൻ്റെ ടയേഴ്സാണ്. നല്ലൊരു വെറ്റ് ഗ്രിപ്പും എല്ലാ കണ്ടീഷൻസിലും ഓടിക്കാൻ പറ്റിയ ഒരു ടയേഴ്സ് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി ഒരു 150cc സെഗ്മെൻറ്റ് ഒരു ഡ്യൂക്ക് 200ൽ വരുന്ന ടയേഴ്സാണ്. ഒരു 125cc സെഗ്മെൻറ്റിലുള്ള ബൈക്സിനും ഇത്രയും വൈഡറായിട്ടുള്ള ടയേഴ്സ് കൊടുത്തിട്ടില്ല. നല്ലൊരു ഗ്രിപ്പ് തന്നെ ഇതിൻ്റെ റെയർ ടയർ തരുന്നുണ്ട്.
അതുപോലെ തന്നെ ഫ്രണ്ട് ടയേഴ്സ് നോക്കുവാണെങ്കിൽ MRF REV-1ൻ്റെ 110/70 R17 മീഡിയം കോമ്പൗണ്ട് ടയേഴ്സാണ് ഫ്രണ്ടിലും കൊടുത്തേക്കുന്നത്. നല്ലൊരു ഗ്രിപ്പ് തന്നെ ഈ ടയേഴ്സ് വരുന്നുണ്ട്. ഈ ടയേഴ്സ് ഇത്രയും നല്ലൊരു ടയേഴ്സ് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്കിംഗ് കോൺഫിഗറേഷൻ എല്ലാം കൂടെ ചേർന്ന് വണ്ടി നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസും തന്നെ ഈ ബൈക്ക് തരുന്നുണ്ട്. നമ്മളിതിൻ്റെ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇത് ഡ്യൂക്ക് 200ലും 250ലും വരുന്ന സെയിം യൂണിറ്റാണ് ഇതിനും കൊടുത്തേക്കുന്നത്. ഇതിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാക്കോമീറ്റർ, 2 ട്രിപ്പ് മീറ്റർ, ഒരു ഓഡോമീറ്റർ, സ്പീഡ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, എൻജിൻ്റെ ടെമ്പറേച്ചർ, ഫ്യൂൽ ഗേജ്, അങ്ങനെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, ഡൈനാമിക് ഫ്യൂൽ കൺസപ്ഷൻ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൽ വരുന്നുണ്ട്. ഇത് പക്ഷേ ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഇത് കുറച്ച് ഡേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് ഗ്ലോബൽ വേർഷനിൽ വരുന്ന പോലെ ഒരു TFT സ്ക്രീന് ഡ്യൂക്ക് 125 വരുന്നില്ല. ഇത് സെയിം പഴയ 200ലുണ്ടായിരുന്ന അതേ സ്ക്രീൻ തന്നെയാണ് വരുന്നത്. പക്ഷേ എങ്കിലും ഇതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു വിസിബിലിറ്റി നോക്കുവാണെങ്കിൽ ഡേ ലൈറ്റിൽ അത്ര വിസിബിൾ അല്ലാത്ത ഒരു രീതിയിലാണ് ഇതിൻ്റെ കൺസോൾ കൊടുത്തേക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള ഒരു കൺസോൾ കൊടുക്കുമായിരുന്നു. നമുക്കിതിൻ്റെ റൈഡ് കംഫർട്ടും യൂസബിലിറ്റിയും പറ്റി നോക്കാം. റൈഡ് കംഫർട്ട് പറയുമ്പോൾ ആദ്യം തന്നെ സീറ്റ്സിൽ നിന്ന് തുടങ്ങാം. സീറ്റ്സ് നോക്കുവാണെങ്കിൽ ഇതൊരു 820 mm സീറ്റ്സാണ് കൊടുത്തേക്കുന്നത്. ബാക്കി ബൈക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ഹയർ ആയിട്ടുള്ള സീറ്റ് ഹൈറ്റാണ്. പക്ഷേ ഡ്യൂക്ക് 200ൽ വരുന്ന സെയിം ഒരു ഹൈറ്റാണ് ഇതിൽ വരുന്നത്. കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഷനിങ് നോക്കുവാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടാണ് ഇതിൻ്റെ കുഷനിങ് വരുന്നത്. പക്ഷേ സിറ്റി റൈഡ്സിലൊക്കെ അത് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ലോങ് റൈഡ്സ് പോകുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇനി ഇതിൻ്റെ ഹാൻഡിൽ ബാസിൻ്റെ പോസ്ചർ നോക്കുവാണെങ്കിൽ വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പോസ്ചറാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാസ് തരുന്നത്. അത്യാവശ്യം റേസ്ഡ് ആക്കിയാണ് ഹാൻഡിൽ ബാസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു അഗ്രസീവ് റൈഡിങ് പോസ്ചർ ഈ ഒരു ഹാൻഡിൽ ബാസ് തരുന്നുണ്ട്. കുറച്ച് അപ്രൈറ്റ് ആണെങ്കിലും കുറച്ച് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് വേണം ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് പെക്സിൻ്റെ പോസ്ചർ നോക്കുവാണെങ്കിൽ കുറച്ച് റെയർ സെറ്റ് ഫുഡ് പെക്സാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റഡ് റൈഡിങ് പോസ്ചറും കുറച്ച് റെയർ സെറ്റ് ഫുഡ് പെക്സും കൂടെ ആയതുകൊണ്ട് മൊത്തത്തിലൊരു അഗ്രസീവ് റൈഡിങ് പോസ്ചർ നമുക്ക് തരാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പും കൊടുത്തേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു വെയിറ്റ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ ഒരു വെയിറ്റ് 148 കിലോസ് വെയിറ്റ് വരുന്നുണ്ട്. ഡ്യൂക്ക് 200ൻ്റെ സെയിം വെയിറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു വെയിറ്റ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിൽ കൂടെ ഭയങ്കര ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ ഫിൽറ്റർ ചെയ്ത് ഓടിക്കാൻ കണക്കിനാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സസ്പെൻഷൻ സെറ്റപ്പും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടാങ്ക്സ് നോക്കുവാണെങ്കിൽ 10 ലിറ്റേഴ്സിൻ്റെ ടാങ്ക്സാണ് കൊടുത്തേക്കുന്നത്. ക്ലെയിംഡ് മൈലേജ് നോക്കിയാൽ 38-42, ഒരു ആവറേജ് ഒരു 40 km/ലിറ്റർ ആവറേജ് മൈലേജ് കിട്ടുന്ന ഒരു ബൈക്കാണ്. അത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മൈലേജ് തന്നെയാണ് ഈ സെഗ്മെൻറ്റിൽ. ഗിയർ ബോക്സ് നോക്കുവാണെങ്കിൽ ഇതൊരു 6 സ്പീഡ് യൂണിറ്റ് ആണ്. 1 to 5 ഗിയേഴ്സ് അത്യാവശ്യം ഷോർട്ടർ ഗിയറിങ്ങും ടോർക്കി ആയിട്ടുള്ള ഗിയറിങ്ങും ആണ്. പക്ഷേ 6th ഗിയർ ഹൈ സ്പീഡ് ക്രൂസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 112 അത്രയൊക്കെയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. മൊത്തത്തിലൊരു സിറ്റി പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുവാണെങ്കിൽ സിറ്റി റൈഡിങ്ങിന് ഏറ്റവും യൂസബിൾ ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ് ഈ ഡ്യൂക്ക് 125. ഡ്യൂക്ക് 125ൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1.3 lakhs ആണ്. ആ പ്രൈസിന് ഇത് വേർത്ത് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ഡിസിഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ബൈക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് ആ പവർ ഫിഗേഴ്സ് മാത്രമാണ് നോക്കിയെടുക്കുന്നതെങ്കിൽ ഈ പ്രൈസിൽ ഇതിനേക്കാളും പവർ വരുന്ന വേറെ ബൈക്സ് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഹാർഡ്വെയർസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ഹാർഡ്വെയർ വരുന്ന വേറെ ബൈക്സ് ഈ സെഗ്മെൻറ്റിലില്ല. ഈ നിങ്ങൾ 125cc എടുത്താലും 150cc എടുത്താലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് എടുത്ത് നോക്കിയാലും ഇത്രയും നല്ലൊരു ഹാർഡ്വെയർസ് വരുന്ന ബൈക്ക് ഈ സെഗ്മെൻറ്റില്ലല്ലോ. കാരണം ഇതിനൊരു അപ്സൈഡ് ഡൗൺ ഫോക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു റെയർ സസ്പെൻഷൻ വരുന്നുണ്ട്, റേഡിയലി മൗണ്ടഡ് ബ്രേക്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിന് ഇത്രയും ഹാർഡ്വെയർസ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഡ്യൂക്ക് 125.